SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ലെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്ക് മറുപടി പറയേണ്ട സന്ദർഭമല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രസ്താവനകളും ജനങ്ങൾ എടുത്തിട്ടില്ലാത്തതിന്റെ ഈർഷ്യയായിരിക്കും ഇത്തരം പ്രസ്താവനകളിൽ പ്രകടിപ്പിക്കുന്നത് എന്നും MK മുനീർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹം എടുത്ത നിലപാടുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ പ്രസ്താവനകളും ഒന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഈർഷ്യമായിരിക്കും അദ്ദേഹം ഈ പ്രസ്താവനയിലൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളതിനുള്ള ഒരു മറുപടി പറയേണ്ട സമയമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആകാശ് തരത്തിൽ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശം, അല്ലെങ്കിൽ താൻ നടത്തിയത് മുസ്ലിം വിരുദ്ധ പരാമർശമല്ല, തൻ്റെ പരാമർശങ്ങളൊക്കെയും ലീഗിനെ വിമർശിക്കുന്നതായിരുന്നു. അങ്ങനെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ നമ്മളോട് പോലും പറഞ്ഞ കാര്യം. അപ്പോൾ ഇക്കാര്യങ്ങളിലാണ് ഇപ്പോൾ MK മുനീറിൻ്റെ മറുപടി വന്നിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തണം? ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരെയാണ് താൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ MK മുനീറിൻ്റെ അടുത്ത് പ്രതികരണം തേടുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വിദ്വേഷം നിറഞ്ഞ വാക്കുകളുമെല്ലാം ഈ കേരളത്തിലെ മണ്ണിൽ വിലപ്പോകില്ല, ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമല്ല, ഇതൊക്കെ വർഗീയത കലർത്തിക്കൊണ്ടുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ താൻ സഞ്ചരിച്ചതാണോ വലിയ കുഴപ്പം? മുസ്ലിം ലീഗിന്റെ ഏത് നേതാവാണ് ഇത്തരത്തിൽ താഴെ വിഭാഗത്തിലുള്ള ആളുകളെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത് എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ MK മുനീർ പറയുന്നത് ഇതിനൊന്നും ഒരു പ്രതികരണം ആവശ്യമില്ല, ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ്. കാരണം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ എന്നും ഉയർത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അവർ ഇതിനെല്ലാം ഉള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ LDFനെ ഏറ്റ അടി അത് തന്നെയാണ്. ഇതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി തന്നെയാണ് LDFന് കൊടുത്തിട്ടുള്ളത് എന്ന് കൂടിയാണ് പറയുന്നത്. കൂടാതെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പിച്ച വിജയത്തോടു കൂടി വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് MK മുനീർ പറഞ്ഞത്. നമുക്കൊരു